വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവുന്നു. പക്ഷെ ആരൊക്കെ പുള്ളി കുഴപ്പമില്ല കേട്ടോ അല്ലേ? പുള്ളിയാണ് നല്ലത്. ഓ മതി ഇവിടെ ഇരിക്ക. എടാ നീ അറിഞ്ഞോ നമ്മുടെ ബൈജു ഇല്ലേ, ബ്രാൻഡ് ഡിഫൻഡർ മേടിച്ചു. അവൻ്റെ ഒക്കെ ഒരു യോഗം. അവൻ്റെ പപ്പോട് എന്ത് പറഞ്ഞാലും അപ്പം തന്നെ സഹായിച്ചു കൊടുക്കും. അതിനൊക്കെ നമ്മുടെ പപ്പന്മാർ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒന്നിനൊരു നടപടി ആവില്ല. ഒരു 100 പ്രാവശ്യം നടന്നാലാണ് അത് നടത്തി കിട്ടുക. അല്ലെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ ആൺപിള്ളേർക്ക് അച്ഛന്മാരെ ഒരു വിലയും ഉണ്ടാവത്തില്ല. അതെങ്ങനെയാ? എന്ത് ചോദിച്ചാലും 100 മുടന്തിനായെങ്കിലും ഉണ്ടാവും പറയാനായിട്ട്. അതിന് കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില നിനക്ക് മനസ്സിലാവില്ലടാ. അയ്യോ ടോണി, ഞാൻ നിന്നെ വിഷമിക്കാൻ പറഞ്ഞല്ല കേട്ടോ. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷേ അപ്പച്ചനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ ശരിയാ. 10 മാസം ചുവന്ന് മറ്റേ അമ്മയോളം വരില്ല വേറെ ആരും. എനിക്ക് വല്ലപ്പോഴൊക്കെ പോക്കറ്റ് മണി തന്നുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന അപ്പന്മാരെ പറ്റി അവരുടെ വേദനയൊന്നും ഒരമ്മമാരും ചിലപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തെന്ന് വരില്ല. നീ പറഞ്ഞാലോ നിനക്ക് പോക്കറ്റ് മണി തരുന്നത് നിൻ്റെ അമ്മയായിരുന്നെന്ന്. വെറും ഹൗസ് വൈഫായിരുന്ന നിൻ്റെ അമ്മയ്ക്ക് എവിടെയാണ് ഈ പോക്കറ്റ് മണി തരാനുള്ളത്? അമ്മ ചുരുട്ടിപ്പിടിച്ച് തരുന്ന കാശിന് അച്ഛൻ്റെ വിയർപ്പിൻ്റെ വില കൂടിയുണ്ട്. അത് നീ മറക്കരുത്. അതൊക്കെ വിട്ടുകളാ. വാ പോവാ. വാ.